നമസ്കാരം. പ്രവേശന സമയത്ത് ഫീസ് അടയ്ക്കാൻ കഴിയാതെ വന്നതോടെ IIT സീറ്റ് നഷ്ടമായ ദളിത് വിദ്യാർത്ഥിയുടെ തുണയ്ക്കായി സുപ്രീം കോടതിയുടെ നിർണായക ഇടപെടൽ. IIT ധൻബാദിൽ ബിടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സിൽ വിദ്യാർത്ഥിക്ക് പ്രവേശനം നൽകാൻ കോടതി നിർദ്ദേശിച്ചു. മിടുക്കനായ ഈ ചെറുപ്പക്കാരനെ കൈയൊഴിയാൻ കോടതിക്ക് കഴിയില്ല എന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജസ്റ്റിസുമാരായ JP പർദിവാല, മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ഭരണഘടനയിലെ 142 വകുപ്പ് പ്രകാരമുള്ള സവിശേഷ അധികാരം ഉപയോഗിച്ചാണ് ഉത്തർപ്രദേശിലെ മുസഫർ നഗർ സ്വദേശിയായ അതുൽ കുമാറിന് IIT സീറ്റ് തിരിച്ചു നൽകാൻ സുപ്രീം കോടതി ഉത്തരവിട്ടത്. സമൂഹത്തിലെ ഏറ്റവും പിന്നോക്കമായ അവസ്ഥയിൽ നിന്ന് കഷ്ടപ്പെട്ട് പഠിച്ചു വിജയിച്ച വിദ്യാർത്ഥിയെ കൈവിടാനാവില്ല എന്ന് കോടതി വ്യക്തമാക്കി. IIT ധൻബാദിൽ സീറ്റ് ഉറപ്പിക്കാനുള്ള പ്രവേശന ഫീസായ 17,500 രൂപ ജൂൺ 24-നകം അടയ്ക്കണമായിരുന്നു. എന്നാൽ കൂലിപ്പണിക്കാരനായ അതുലിന്റെ പിതാവിന് ഈ തുക യഥാസമയം അടയ്ക്കാൻ കഴിയാതെ വന്നതോടെ സീറ്റ് നഷ്ടമായി. തുടർന്ന് അതുലിന്റെ മാതാപിതാക്കൾ സഹായം തേടി SC/ST കമ്മീഷനെയും ഹൈക്കോടതിയെയും സമീപിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. ജാർഖണ്ഡിലാണ് അതുൽ JEEക്ക് പഠിച്ചത്. അതിനാൽ ജാർഖണ്ഡ് ലീഗൽ സർവീസ് അതോറിറ്റിയെയാണ് ആദ്യം സമീപിച്ചത്. അവരാണ് പരീക്ഷ നടത്തിയത്. മദ്രാസ് IIT ആയതിനാൽ മദ്രാസ് ഹൈക്കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിച്ചു. മദ്രാസ് ഹൈക്കോടതിയാകട്ടെ സുപ്രീം കോടതിയെ സമീപിക്കാനും നിർദ്ദേശിച്ചു. ഇതിനിടെ 3 മാസം കടന്നുപോയി. അനുകൂല വിധിക്കൊപ്പം അതുലിന്റെ നിശ്ചയദാർഢ്യത്തിന് കോടതി ഓൾ ദ ബെസ്റ്റ് കൂടി പറഞ്ഞാണ് കേസ് അവസാനിപ്പിച്ചത്. അതേസമയം അതുലിന്റെ മറുപടിയും മികച്ചതായിരുന്നു. പാളം തെറ്റിപ്പോയതായിരുന്നു, ട്രെയിൻ പാളത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു, കോടതിക്ക് നന്ദി എന്നാണ് അതുൽ പറഞ്ഞത്.